അവസാനം പിണറായി ഒരു സത്യം വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാര്യമായി നിരീക്ഷിക്കുന്നത്. ഈ 8 വർഷത്തിനിടയിൽ ആ നാവിൽ നിന്നൊരു പരമസത്യം ആദ്യമായി, ഒരുപക്ഷെ അവസാനമായും വീണു. അതറിയാതെ വീണുപോയതാണ്. പുരോഹിതന്മാരുടെ കൂട്ടത്തിലെ വിവരദോഷിയാണ് കൂറിലോസ് തിരുമേനി എന്ന്. എത്ര കൃത്യമാണ് ആ നിരീക്ഷണം! പിണറായി കാട്ടിയ ഈ ആർജവത്തിന്, ഈ നേരിന് 100-ൽ 100. കാരണം ഈ കേരളത്തിലെ അന്തങ്ങൾക്കൊഴികെ മൂക്ക് താഴിട്ടുള്ള സകലമാന മനുഷ്യർക്കും പിണറായിസം, മാർസിസം, ഇടതുപക്ഷം, കേരള ഭരണം തുടങ്ങിയവയിലെ ചതി, കൊള്ള, ധൂർത്ത്, സ്വജനപക്ഷപാതം, ഇരട്ടത്താപ്പ് എല്ലാം മനസ്സിലായി, തിരിച്ചറിഞ്ഞു. ഇലക്ഷൻ എന്ന ഏക ആയുധം അവർ വേണ്ടവണ്ണം വിനിയോഗിച്ചു. എന്നിട്ടും ഈ തിരുട്ടുകൂട്ടത്തിന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന തിരുമേനി വിവരദോഷിയാണെന്ന് ഹിമാലയൻ സത്യമല്ലേ സഖാവ് വിളിച്ചു പറഞ്ഞത്? അത് മനസ്സിലാവാത്ത ഒറ്റയാളെ ഈ ഭൂമി മലയാളത്തിലുള്ളൂ. അത് അഭിവന്ദ്യ കൂറിലോസ് തിരുമേനിയാണ്. ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്ന് ഇനിയും പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും എന്ന് തുടങ്ങി. പ്രളയവും മഹാമാരി എപ്പോഴും രക്ഷയ്ക്കെത്തിയെന്ന് വരില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലേറെ തവണ ജനങ്ങൾ വീഴില്ല. തൊലിപ്പുറമെയുള്ള തിരുത്തലല്ല വേണ്ടത്, ആഴത്തിലുള്ള രോഗത്തിന് ആഴത്തിലുള്ള ചികിത്സ വേണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് ഓടിക്കുന്ന വണ്ടിയാണ് കേരള സർക്കാർ എന്നും മറ്റും അവസാനിക്കുന്ന കുറിപ്പിൽ അഭിവന്ദ്യ കൂറിലോസ് തിരുമേനി പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഇത്രയും ചുരുങ്ങിയ വാക്കുകളിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കെടുകാര്യസ്ഥത, ധൂർത്ത്, കൊലപാതക രാഷ്ട്രീയം, സ്വജനപക്ഷപാതം, ഫാസിസം, സ്വാർത്ഥത, തീവെട്ടിക്കൊള്ള, ധാർഷ്ട്യം എന്ന് വേണ്ട സകലമാന കൊള്ളരുതായ്മകളും വളരെ ശക്തവും വ്യക്തവുമായി പറഞ്ഞൊപ്പിച്ച തിരുമേനിയുടെ ഭാഷാ നൈപുണി, നിരീക്ഷണ പാടവം, ചങ്കൂറ്റം ഇതൊക്കെ എത്ര പ്രശംസിച്ചാലും അധികമാവില്ല എന്നതിൽ തർക്കവുമില്ല. പക്ഷേ ഒരു ക്രൈസ്തവ മേലധ്യക്ഷനായ തിരുമേനിയോടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിഷ്പക്ഷരെന്ന് അവകാശപ്പെടുന്ന പക്ഷപാതികളോടും ചിലത് ചോദിക്കേണ്ടതുണ്ട്. 1. മാർക്സിസത്തിന്റെ അടിസ്ഥാന ശീലകളിൽ ഏറ്റവും പ്രധാനം ദൈവനിഷേധമല്ലേ? ആ നിലയ്ക്ക് സഭ നൽകിയ തിരുവസ്ത്രവും തലപ്പാവും അണിഞ്ഞ് സഭ നൽകിയ തിരുമേനി എന്ന മേൽപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെ അങ്ങേക്ക് ദൈവമില്ലാത്ത ഈ പ്രത്യയശാസ്ത്രത്തെ വാഴ്ത്തിപ്പാടാനും സഹയാത്രികനാവാനും സാധിക്കുന്നത്? നമ്പർ 2. ഹൃദയമിടത്താണെന്ന് കരുതി ഇടതുപക്ഷം ഹൃദയപക്ഷമാവുന്നത് എങ്ങനെയാണ്? ഹൃദയപക്ഷം എന്നതുകൊണ്ട് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? നേരെ കരുണ, മനസ്സിലുവേ, നിസ്വാർത്ഥത, എളിമ, പരോപകാരം ഇവയൊക്കെ ഉള്ളവരെ അല്ലേ പൊതുവെ നമ്മൾ ഹൃദയമുള്ളവർ എന്നും മറ്റും പറയാറുള്ളത്? അങ്ങനെയെങ്കിൽ ഇടതുപക്ഷം എങ്ങനെയാ തിരുമനസ്സെ ഹൃദയപക്ഷമാവുന്നത്? സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ലാവലിൻ, കോഴകൾ പലവിധം, മാസപ്പടി, കമ്മീഷൻ, കൊട്ടേഷൻ, മദ്യവ്യവസായത്തിലെ ഉദാരവൽക്കരണം, ശമ്പളവും പെൻഷനും, എന്തിന് ക്ഷേമ പെൻഷൻ പോലും കൈയിട്ട് വാരി ലോകപര്യടനം, നവകേരള യാത്ര, രക്ഷാപ്രവർത്തനം, സ്വിമ്മിംഗ് പൂൾ, ലിഫ്റ്റ്, ലക്ഷങ്ങളുടെ തൊഴുത്ത് തുടങ്ങി ഉഗാണ്ടൻ സ്വേച്ഛാധിപതി ഇദി അമീനെ വെല്ലുന്ന, ഉത്തര കൊറിയൻ സ്വേച്ഛാധിപതി കിം ജോങ് ഉന്നിനെ വെല്ലുന്ന ഭീകരനും ഫാസിസ്റ്റുമായി പിണറായിയും കൂട്ടരും നിൽക്കുന്ന ഇടതുപക്ഷത്ത് തിരുമേനി അങ്ങ് തുടരുന്നുവെങ്കിൽ അങ്ങ് തിരുവസ്ത്രം ഉപേക്ഷിക്കണം. വിശ്വാസികളുടെ സമൂഹമാണ് സഭ. ആ സഭയുടെ ചിലവിൽ അങ്ങ് കഴിയാനും തുടരാനും ഒരിക്കലും പാടില്ല. അത് പിണറായി ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ കാപട്യമാണ്, ഇരട്ടത്താപ്പാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ സോഷ്യലിസ്റ്റ് ആവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, വലതാവാം, ഇടതാവാം, അതൊക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷെ അങ്ങ് സഭാമേലധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് ദൈവനിഷേധത്തെ ഉദ്ഘോഷിക്കുന്നതിലാണ് പ്രശ്നം. ഒരേ സമയം ഒരാൾക്ക് 2 യജമാന്മാരെ സേവിക്കാൻ കഴിയുന്നതല്ലെന്നും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ ആവുന്നതല്ലെന്നും അങ്ങ് പഠിപ്പിക്കുന്ന ബൈബിളിലല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇത് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇടയ്ക്കിടെ ഉരുവിടാറുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദം അല്ലേ തിരുമേനി? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. തിരുമേനി, അങ്ങേക്കാൾ ആദർശധീരനായ ഒരു ഹൃദയപക്ഷപാതി ഉണ്ടായിരുന്നു. അയാൾക്ക് വൃദ്ധയായൊരു മാതാവും ചെറുപ്പക്കാരിയായ ഭാര്യയും കൗമാരക്കാരനായ ഒരു മകനും ഉണ്ടായിരുന്നു. അയാളുടെ ജന്മദേശം വടകരയിലെ ഒഞ്ചിയം. ഹൃദയപക്ഷ കൊള്ളക്കാരുടെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കാത്ത ആ മനുഷ്യനെ അന്ത്യചുംബനം അല്ല, അന്ത്യാഞ്ജലിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നോക്കാൻ വെച്ചേക്കാതെ 51 തുണ്ടങ്ങളായി വെട്ടിക്കൂട്ടിയ പക്ഷത്തിന്റെ പേരോ ഹൃദയപക്ഷം? പറയണം തിരുമനസ്സേ. തീർന്നില്ല. ഒരു നാടിന്റെ മുഴുവൻ മകനായിരുന്ന ഒരു മട്ടന്നൂർക്കാരനെ തിരുമേനിക്ക് ഓർമ്മയുണ്ടോ? മറന്നു കാണാനിടയില്ലെന്നറിയാം. ഷുഹൈബ്. അവന്റെ ഉമ്മയ്ക്ക് അവൻ കൺമണിയായിരുന്നു. കൊത്തി കീറി വെട്ടി നുറുക്കി കളഞ്ഞില്ലേ ഹൃദയപക്ഷം? പെരിയ കല്ലിയട്ട് 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു, കൃപേഷ്, ശരത്ലാൽ. എന്തിന്റെ പേരിലായിരുന്നു ഹൃദയപക്ഷം മാതാപിതാക്കൾക്ക് വായിക്കിരിടാൻ അവരെ വെച്ചേക്കാഞ്ഞത്? പറയണം തിരുമനസ്സേ. വെറും 6ാം ക്ലാസ്സിലെ കുരുന്നുകളുടെ മേലാകെ ചുടുചോര തെറിപ്പിച്ച് 1999 ഡിസംബർ മറന്നുപോയോ? ജയകൃഷ്ണൻ മാഷിനെ വെട്ടി വീഴ്ത്തിയത് കണ്ടു നിന്ന ഷെസീന എന്ന 6ാം ക്ലാസ്സുകാരി പിന്നീട് ഒരിക്കലും നോർമലായിട്ടില്ല എന്നല്ല, 23 വർഷങ്ങൾക്ക് ശേഷം അവളെ 2 പതിറ്റാണ്ടുകാലം വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ഭീകര രംഗത്തിന്റെ നടുക്കുന്ന പേക്കിനാവുകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്ത് അവൾ സ്വസ്ഥമായി. തിരുമേനി അത് അറിഞ്ഞിരുന്നു. തെറിയാശാൻ എം എം മണി പറഞ്ഞ 1, 2, 3, 4 കണക്കുകൾ വേറെയും. വാളയാർ, വണ്ടിപ്പെരിയാർ, കുരുന്നുകൾ 3, പൂക്കോട്ട് സിദ്ധാർത്ഥ ഉൾപ്പെടെ സിദ്ധാർത്ഥന്മാർ എത്ര? എന്റെ തിരുമേനി, കാപട്യത്തിന്റെ ചുവപ്പണിയണമെങ്കിൽ അത് സഭയുടെ ചെലവിലാവരുത്. കാരണം സഭ എന്നുള്ളത് വിശ്വാസികളുടെ സമൂഹമാണ്. ആവർത്തിക്കുന്നു.
തിരുമേനി, അങ്ങയ്ക്ക് വഴിയുണ്ട്, ഒന്നല്ല രണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത അവയിൽ ഒന്ന് യഥേഷ്ടം സ്വീകരിക്കാം. തിരുവസ്ത്രം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെയും അദ്ദേഹത്തിന്റെ അനുയായി വർഗത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് മാർസിനെയോ ചെഗുവേരയോ പിണറായിയോ ആരെ വേണമെങ്കിലും ദൈവമായി സ്വീകരിച്ച് ആരാധിക്കാം. ചുവന്ന ഷർട്ടും ചെങ്കടിയുമേന്തി അന്തം കമ്മിയായി അങ്ങേക്ക് ജീവിക്കാം. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അങ്ങാണ്. ആട്ടിൻ തോലണിഞ്ഞ് ചെന്നായായി നടക്കുന്നതിനേക്കാൾ എത്രയോ അന്തസ്സാണ് യഥാർത്ഥ ചെന്നായായി ചങ്കൂറ്റത്തോടെ നടക്കുന്നത്. തിരുമേനി തീരുമാനിക്കുക. ഇടത് മുഴുവനും കള്ളക്കൂട്ടമാണ്, അതിലൊന്ന് തിരുമേനിയും. പിന്നെ സഭാമേലധ്യക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റന്തങ്ങൾക്കില്ലാത്ത എന്തോ ഒരിത് അങ്ങയ്ക്കുണ്ട്. ഇപ്പോൾ അങ്ങയെ വിമർശിക്കുന്ന ഞാൻ പോലും ഒരു ബഹുമാനത്തിന്റെ പുറംപൂച്ചോടെ സംസാരിക്കുന്നത് ആ തിരുവസ്ത്രത്തിന്റെ പേരിലാണെന്നോർക്കണം. അതുകൂടി ഊരി മാറ്റിയാൽ പിന്നെ പിണറായിക്കും കള്ളന്മാർക്കും കിട്ടുന്ന തനി നാടൻ പ്രയോഗങ്ങളായിരിക്കും അങ്ങയെ കാത്തിരിക്കുന്നത്. എത്രയോ കന്യാസ്ത്രീകൾ തിരുവസ്ത്രം ഉപേക്ഷിച്ച് അന്തസ്സായി ജീവിക്കുന്നു. സഭയുടെ ചെലവിൽ ആർഭാട ജീവിതവും സഭ തരുന്ന തിരുവസ്ത്രത്തിന്റെ ചെലവിൽ ബഹുമാനം, ഇവ ആസ്വദിച്ചുകൊണ്ടുള്ള മാർക്സിസവും കമ്മ്യൂണിസവും ഒക്കെ അവസാനിപ്പിക്കുക. അതാണ് തിരുമേനി നല്ലത്.